ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ് അധികാരത്തിൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇടവകകളിലെ അല്ലെങ്കിൽ പള്ളികളിലെ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം എന്തുകൊണ്ട് നടപ്പാക്കണം എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, ദേവാലയത്തിലെ സമൂഹങ്ങൾ എല്ലാ തരത്തിലുമുള്ള പുരോഗതിയും കാക്ഷിക്കുന്നവരാണ്. അവരെ സർവ്വതോന്മുഖമായ പുരോഗതിയിലേക്ക് നയിക്കുവാൻ ദേവാലയ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞാൽ മാത്രമേ പള്ളികളോടെ വിശ്വസ്തതയും കൂറും ആശ്രയത്വ ബോധവുമുള്ള ഒരു ഇടവക സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ സമൂഹ നിർമ്മിതി സാധ്യമാകുവാനായിട്ട് നമ്മുടെ പള്ളികൾക്ക് കഴിയുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങളും എന്ന ആശയം ഇവിടെ വളരെ പ്രസക്തമാണ്. നമ്മുടെ ഇടവക സമൂഹം പരിശോധിച്ച് കഴിഞ്ഞാൽ അത് അമൂല്യമായിട്ടുള്ള റിസോഴ്സസ് ഉള്ള നിരവധി വ്യക്തിത്വങ്ങളുടെ ഒരു സമാഹാരമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവരുടെ കഴിവുകളെ സമൂഹത്തിൻ്റെ പുരോഗതിക്കും സമൂഹത്തിൻ്റെ നിർമ്മിതിക്കും പുനർനിർമ്മിതിക്കുമൊക്കെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമായിരിക്കും. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഇടവകാംഗങ്ങൾ സേവനങ്ങൾ കാക്ഷിക്കുന്നവരാണ്. അവർക്ക് സേവനം നൽകുവാനും കഴിയണം. അവർക്ക് ഓർക്കുവാനുള്ള കാരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ അവരുടെ പള്ളികൾ അല്ലെങ്കിൽ ഇടവക എന്ന പ്രസ്ഥാനത്തോട് അവർക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹെൽപ്പ് ഡെസ്ക് സംവിധാനം നടപ്പാക്കുമ്പോൾ ഒരു കോമൺ സർവീസ് സെൻറ്ററിൽ നൽകുന്ന എല്ലാത്തരം സേവനങ്ങളും ഈ ഹെൽപ്പ് ഡെസ്കിൽ കൂടി നടക്കുവാനായിട്ട് കഴിയണം. ഇതൊരു പ്രാഥമിക ലക്ഷ്യം മാത്രമാണ്, ഇതാർക്കും നൽകാവുന്നതാണ്. എന്നാൽ സവിശേഷമായിട്ടുള്ള രീതികൾ 8 മേഖലകൾ ശ്രദ്ധിച്ചുകൊണ്ട് 8 തരത്തിലുള്ള രജിസ്റ്ററുകളുടെ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള പരിപാലനം നമ്മൾക്ക് അസാധാരണമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് കഴിയും. 8 തരത്തിലുള്ള മേഖലകളെ നമ്മളുടെ സേവന പരിധിക്കുള്ളിൽ കൊണ്ടുവന്ന് 8 തരത്തിലുള്ള രജിസ്റ്ററുകളുടെ കാര്യക്ഷമമായിട്ടുള്ള പരിപാലനമാണ് നമ്മൾ നടത്തേണ്ടത്. ഇതിൽ ഒന്നാമത്തേത് ജോബ് രജിസ്റ്ററാണ്. ഇതിൻ്റെ ലക്ഷ്യം ഇതാണ്: ഇടവകയിൽ തൊഴിൽ ആവശ്യമുള്ളവർക്ക് തൊഴിൽ നൽകുക, തൊഴിലാളികളെ ആവശ്യമുള്ളവർക്ക് തൊഴിലാളികളെ നൽകുക. ഇതിന് 2 ഭാഗങ്ങളുണ്ടായിരിക്കും രജിസ്റ്ററിന്. തൊഴിൽ ആവശ്യമുള്ളവരുടെ പാർട്ടും തൊഴിലാളികളെ ആവശ്യമുള്ളവരുടെ പാർട്ടും. തൊഴിലാളികളെ ആവശ്യമുള്ളവർ അവരുടെ യോഗ്യതകൾ, പ്രതീക്ഷിക്കുന്ന പരിചയം, അല്ലെങ്കിൽ അവർക്ക് നൽകാൻ കഴിയുന്നുള്ള ശമ്പളം തുടങ്ങിയ വിവരങ്ങളൊക്കെ രജിസ്റ്ററിൽ വന്ന് രേഖപ്പെടുത്തണം. ദേവാലയത്തിൽ വരുമ്പോൾ ഈ ഹെൽപ്പ് ഡെസ്ക് സംവിധാനത്തിലുള്ള രജിസ്റ്ററുകളിൽ അവർക്കത് എഴുതിയിട്ടാൽ മതി. തൊഴിൽ ആവശ്യമുള്ളവർ അവരുടെ യോഗ്യതകൾ, തൊഴിൽ പരിചയം, പ്രതീക്ഷിക്കുന്ന ശമ്പളം തുടങ്ങിയവ രജിസ്റ്ററിൽ എഴുതണം. ഏതൊരു സന്ദർശകനും തൊഴിൽ രജിസ്റ്റർ പരിശോധിച്ച് അനുയോജ്യരായിട്ടുള്ള തൊഴിലാളികളെ കണ്ടെത്തി നിയമിക്കാൻ സാധിക്കും. ഇൻ്റർവ്യൂ നടത്തുവാനുള്ള ഒരു സംവിധാനവും കൂടി ഹെൽപ്പ് ഡെസ്കിൽ നമുക്ക് ഏർപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ മേഖല മാട്രിമണിയാണ്. ചിലപ്പോൾ ഒരു ദേവാലയത്തിലെ ഒരു ഇടവക സമൂഹത്തിലെ ഒരു യുവാവിന് അല്ലെങ്കിൽ യുവതിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രപ്പോസൽ ആ ഇടവക സമൂഹത്തിൽ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ പരസ്പരം കുടുംബാംഗങ്ങളെ അറിയാത്തത് കൊണ്ടോ വിവരങ്ങൾ അറിയാത്തത് കൊണ്ടോ ഒന്നും പലപ്പോഴും അത്തരത്തിലുള്ള ഒരു ചോയ്സ് നടത്തുവാനായിട്ട് സാധിക്കാതെ വന്നേക്കാം. അത്തരത്തിലുള്ളവർക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയാണ് മാട്രിമണി രജിസ്റ്റർ, രണ്ടാമത്തെ രജിസ്റ്റർ മാട്രിമണി രജിസ്റ്റർ നടപ്പാക്കുന്നത്. ഇവിടെ നമുക്ക് യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടി 2 പാർട്സ് രജിസ്റ്ററിനുണ്ടായിരിക്കണം. രജിസ്റ്ററിൻ്റെ ഒരു പേജ് ഒരാൾക്ക് നൽകിയാൽ നല്ലതായിരിക്കും. ആവശ്യക്കാർ അവർ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കത്തോടത്തോളം വിവരങ്ങൾ, ചിലർ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് ഇഷ്ടമില്ലായിരിക്കാം. അവർക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന വിധത്തിൽ അവ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നിടത്തോളം വിവരങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക. രജിസ്റ്റർ പരിശോധിച്ച് മറ്റാവശ്യക്കാർക്ക് അവർക്ക് ഹിതമായിട്ടുള്ള കേസുകളിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനും തുടർന്ന് ആലോചനകൾ നടത്തുവാനായിട്ടും സാധിക്കും. ഈ തൊഴിൽ രജിസ്റ്ററും മാട്രിമണി രജിസ്റ്ററുമൊക്കെ ദേവാലയത്തിന് പുറത്തുള്ള മറ്റ് ഇടവക സമൂഹത്തിലെ വ്യക്തികൾക്കും പരിശോധിക്കുവാനായിട്ടുള്ള ഒരു അവസരം നൽകിയാൽ അവർക്കും ഉചിതമായിട്ടുള്ള കേസുകൾ നമ്മുടെ ദേവാലയത്തിൽ നിന്ന് തന്നെ കണ്ടെത്തുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ രജിസ്റ്റർ എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫ് പ്രൊഫഷണൽസ് ആണ്. ഒരു ഇടവക വിദഗ്ധരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ഒരു സമാഹാരമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇടവകയിലെ വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളുടെ അല്ലെങ്കിൽ പ്രൊഫഷണലുകളുടെ രജിസ്റ്റർ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് കഴിയണം. വീട്ടുജോലിക്കാർ, പ്ലംബർ, ഇലക്ട്രീഷ്യന്മാർ, ഹോം നേഴ്സുമാർ, പറമ്പിൽ പണി ചെയ്യുന്നവർ, ഡ്രൈവർമാർ, ആയമാർ, കൗൺസിലർമാർ, ട്യൂഷൻ ടീച്ചർമാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, കോൺട്രാക്ടർമാർ തുടങ്ങി എപ്പോഴും നമുക്ക് നിരന്തരമായിട്ട് ആവശ്യം വരുന്നതോ അല്ലെങ്കിൽ അപൂർവമായിട്ട് ആവശ്യം വരുന്നതായാലും നമുക്ക് ആവശ്യമല്ല ഇതെല്ലാം. ഇത്തരത്തിലുള്ള വിദഗ്ധ പ്രൊഫഷനുകളുടെ രജിസ്റ്ററുകൾ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് കഴിയണം. അപ്പോൾ
ഇടവക സമൂഹത്തിന്, ഇടവകക്കാർക്ക് അതാത് ഹെൽപ്പ് ഡെസ്കുകളിലെത്തി ഈ രജിസ്റ്ററുകൾ പരിശോധിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വിദഗ്ധന്മാരെ ചൂസ് ചെയ്യാനായിട്ട് കഴിയും. തൊഴിലാളികൾക്കും പ്രൊഫഷണലുകൾക്കും ഇതൊരു വലിയൊരു ഉപകാരവുമാണ്. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ ലഭിക്കും, അവർക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടും. രണ്ടാമത്തെ രജിസ്റ്റർ ഓഫ് NRIs ആണ്. നമുക്കറിയാം ഓരോ ദേവാലയത്തിനും വളരെ വിപുലമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും തന്നെ സേവനമനുഷ്ഠിക്കുന്ന NRI സമൂഹങ്ങളുണ്ട്. ഇവ വലിയ ഒരു കരുത്താണ് ഇടവക സമൂഹത്തിൻ്റെ. പക്ഷേ ആ കരുത്ത് പലപ്പോഴും ഇടവക സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കഴിയാറില്ല. ഇത്തരത്തിൽ ഇവരുടെ സേവനങ്ങൾ ഇടവക സമൂഹത്തിൻ്റെ പ്രയോജനത്തിനും അല്ലെങ്കിൽ ഇടവകക്കാരുടെ പ്രയോജനത്തിനും വേണ്ടി അത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രജിസ്റ്ററാണ് രജിസ്റ്റർ ഓഫ് NRIs. നമ്മുടെ ഇടവകയിൽ നിന്നും ഒരു യുവാവോ അല്ലെങ്കിൽ യുവതി തൊഴിൽ തേടി മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പഠന ആവശ്യത്തിന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നു. നമ്മുടെ ഇടവകയിലുള്ള വ്യക്തികൾ തന്നെ ആ രാജ്യത്ത് സേവനം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാർഗനിർദ്ദേശം തേടുന്നതിനും അതുപോലെ തന്നെ താമസ സൗകര്യം, പഠന സൗകര്യം ഇവയൊക്കെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ടെമ്പററി തൊഴിൽ ലഭിക്കുന്നതിനുള്ള സൗകര്യം ഇവയൊക്കെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ ഉപദേശം തേടുന്നതിനും നമ്മുടെ ഇടവകയിൽ നിന്നുള്ള വ്യക്തികൾ സഹായിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമല്ലേ? അതുപോലെ തന്നെ അവർക്ക് NRIsന് നമ്മുടെ ഇടവകയിൽ നിന്ന് നൽകുവാനുള്ള സേവനങ്ങൾ നൽകുവാനും കഴിയണം. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് നമുക്ക് രജിസ്റ്റർ ഓഫ് NRIs ഹെൽപ്പ് ഡെസ്കിൽ അത്യാവശ്യമാണെന്ന് പറയുന്നത്. ഓരോ രാജ്യവും തിരിച്ച് അവരുടെ കാറ്റഗറി തിരിച്ച് രജിസ്റ്റർ തയ്യാറാക്കുവാനായിട്ട് കഴിയണം. ഇനി അടുത്തത് 5ാമത്തെ രജിസ്റ്ററാണ്. അത് പ്രോപ്പർട്ടി രജിസ്റ്ററാണ്. വിദേശ ഇന്ത്യക്കാർ അടക്കമുള്ള വസ്തു ഉടമകൾക്ക് അവരുടെ നികുതി കൃത്യമായിട്ട് അടയ്ക്കുവാനും സർട്ടിഫിക്കറ്റുകളും ലൈസൻസുകളും നൽകുവാനും നമുക്ക് കഴിയണം. അതുപോലെ തന്നെ അവരുടെ വസ്തുവിൻ്റെ പരിപാലനം അല്ലെങ്കിൽ വാടകയ്ക്ക് നൽകൽ അല്ലെങ്കിൽ വിൽപ്പന ഇതൊക്കെ നടത്തുവാനായിട്ടും നമുക്ക് കഴിയണം. ഇത്തരത്തിലുള്ള സർവീസ് സ്ഥിരമായി ആഗ്രഹിക്കുന്നവരുടെ, അതായത് ഒരു വർഷത്തേക്ക് അവർക്ക് അടയ്ക്കാനുള്ള ടാക്സ് അവരെ ഓർപ്പിച്ച് അവരിൽ നിന്നും പൈസ വാങ്ങി അടച്ചു കൊടുക്കുന്നു. നല്ല കാര്യമല്ല. അവർക്ക് ഫൈൻ കൂടാതെ അവർക്ക് ടാക്സ് അടയ്ക്കുവാനായിട്ട് കഴിയും. കെട്ടിട നികുതി, വസ്തു നികുതി, വാട്ടർ ചാർജ്, ഇലക്ട്രിസിറ്റി ചാർജ് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള നികുതികളും നമ്മൾ മുഖേന, ഇടവക സംവിധാനം മുഖേന, ഹെൽപ്പ് ഡെസ്ക് മുഖേന സ്ഥിരമായിട്ട് അടയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുടെ രജിസ്റ്ററാണിത്. അപ്പോൾ ഓരോ വർഷവും നമ്മൾക്ക് ടാക്സ് അടയ്ക്കുവാനുള്ള സമയമാകുമ്പോൾ അവരെ ഓർപ്പിച്ച് നമുക്കത് അടയ്ക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ആർക്കെങ്കിലും വസ്തുക്കൾ അല്ലെങ്കിൽ കെട്ടിടം തുടങ്ങിയവ വിൽപ്പനയ്ക്കോ വാടകയ്ക്കോ നൽകുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിവരവും രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തും. മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള റിക്വയർമെൻറ്റ് പരിശോധിച്ച് അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അവർക്കത് വാങ്ങുവാനോ വാടകയ്ക്ക് എടുക്കുവാനോ ഒക്കെ കഴിയും. ഇനി 6ാമത്തെ രജിസ്റ്റർ, അത് മറ്റൊന്നുമല്ല, വിസിറ്റേഴ്സ് രജിസ്റ്ററാണ്. ഹെൽപ്പ് ഡെസ്കിൽ എത്തുന്ന സന്ദർശകർ എന്തെങ്കിലും ഒരു സേവനം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരാകും. അത്തരത്തിൽ സേവനം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരോടെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് നൽകുന്ന മറ്റ് സേവനങ്ങളുടെ വിവരങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ലഭ്യമാക്കാൻ ആഗ്രഹിക്കുന്ന സേവനങ്ങൾ ചൂസ് ചെയ്ത് ആ തരത്തിലുള്ള സേവനങ്ങൾ രേഖപ്പെടുത്തി ഫോളോ അപ്പ് നടത്തി തുടർ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു രജിസ്റ്ററാണ് വിസിറ്റേഴ്സ് രജിസ്റ്റർ. 7ാമത്തെ രജിസ്റ്റർ ഓഫ് ആർട്ടിക്കിൾസ് ആണ്. വിവിധ ഭവനങ്ങളിൽ ആവശ്യം കഴിഞ്ഞിട്ടുള്ള നിരവധി വസ്തുക്കളുണ്ടാവും. ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിരിക്കുകയും ചെയ്യും. രോഗികളുടെ കിടക്കകൾ, ബെഡുകൾ, വ്യായാമ ഉപകരണങ്ങൾ, പുസ്തകങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, സൈക്കിളുകൾ, വാഹനങ്ങൾ തുടങ്ങിയ എന്തും സൗജന്യമായിട്ടോ വിലയ്ക്കോ മറ്റുള്ളവർക്ക് കൈമാറാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം വസ്തുക്കളുടെ രജിസ്റ്ററാണ്. ആവശ്യക്കാർക്ക് ഇത് സൗജന്യമായിട്ട് വിലയ്ക്കോ അതാത് വ്യക്തികളെ കോൺടാക്റ്റ് ചെയ്തെടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയും. ഇവയൊന്നും നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ വാങ്ങി ശേഖരിച്ച് വയ്ക്കണമെന്നില്ല. അപ്പോൾ 7ാമത്തെ രജിസ്റ്റർ ഓഫ് ആർട്ടിക്കിൾസ് ആണ്. ഇനി 8ാമത്തെ രജിസ്റ്റർ, അത് ഇടവകയിലെ സംരംഭകത്വം, ബിസിനസ്സുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രജിസ്റ്ററാണ് ബിസിനസ് രജിസ്റ്റർ. ഇടവകയിലെ ചെറുതും വലുതുമായ ബിസിനസ്സുകാരുടെ വിവരങ്ങൾ ശേഖരിക്കണം. ഓരോ ബിസിനസ് കേന്ദ്രത്തിൻ്റെയും മേൽവിലാസം, അവരുടെ ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വില തുടങ്ങിയവ ഇടവകയിലെ മറ്റംഗങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രജിസ്റ്ററാണ്. ഇത് നന്നായിട്ട് പരിപാലിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഹെൽപ്പ് ഡെസ്കിൽ ആവശ്യമുള്ള 8 തരം രജിസ്റ്ററുകളുടെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. 1 ജോബ് രജിസ്റ്റർ, 2 മാട്രിമണി രജിസ്റ്റർ, 3 രജിസ്റ്റർ ഓഫ് പ്രൊഫഷണൽസ്, 4 രജിസ്റ്റർ ഓഫ് NRIs, 5 പ്രോപ്പർട്ടി രജിസ്റ്റർ, 6 വിസിറ്റേഴ്സ് രജിസ്റ്റർ, 7 രജിസ്റ്റർ ഓഫ് ആർട്ടിക്കിൾസ്, 8 ബിസിനസ് രജിസ്റ്റർ. ഇടവക പ്രതിനിധികളിൽ നിന്നും യോഗ്യരായിട്ടുള്ള വ്യക്തികളെ തിരഞ്ഞെടുത്ത്
ഓരോ മേഖലയിലും ഒരാളെയോ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ചുമതലപ്പെടുത്തി ഇത് നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ ഈ രജിസ്റ്ററുകളിലേക്കുള്ള ഡേറ്റ എൻട്രി വ്യക്തികൾ നമ്മുടെ സെൻറ്ററിൽ ഹെൽപ്പ് ഡെസ്കിൽ വന്നിട്ട് ചെയ്യാനുള്ളത് മാത്രമല്ല, പുറത്തുനിന്ന് നമുക്ക് ശേഖരിക്കാനായിട്ട് കഴിയണം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ഓൺലൈനായിട്ട് നമുക്ക് ഗൂഗിൾ ഡോക്സ് വഴി നമുക്ക് ശേഖരിക്കാം, ഗൂഗിൾ ഫോം വഴി നമുക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇടവക കൂട്ടായ്മകളിൽ നിന്നും ഓഫ്ലൈനായിട്ട് പ്രാർത്ഥനയ്ക്കുമൊക്കെ പോകുമ്പോൾ വിവരങ്ങൾ കളക്ട് ചെയ്ത് അത് നമുക്ക് ഡേറ്റ എൻട്രി നടത്തി ഉപയോഗിക്കാം, അല്ലെങ്കിൽ രജിസ്റ്ററിൽ ചേർത്ത് ഉപയോഗിക്കാം. രജിസ്റ്ററുകൾ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല എന്ന് പറയാറില്ലേ? നമ്മളുടെ പ്രവർത്തനങ്ങൾ ഇടവക സമൂഹത്തിൻ്റെ പുരോഗതിക്കായിട്ടുള്ള 8 മേഖലകളിലെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായിട്ട് നടപ്പാക്കുവാനായിട്ടുള്ള ഉപകരണം മാത്രമാണ് രജിസ്റ്റർ. ആ രജിസ്റ്ററിലെ വിവരങ്ങൾ ഭംഗിയായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള രജിസ്റ്ററിലെ വിവരങ്ങൾ ഉപയോഗിച്ച് ഓരോ മേഖലയിലും പ്രത്യേകം റിസോഴ്സ് ടീമിനെ രൂപീകരിച്ച് ഇത് നന്നായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇടവക സമൂഹത്തിൻ്റെ സർവ്വതോന്മുഖമായിട്ടുള്ള പുരോഗതി എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അടുത്തതായിട്ട് ഈ സംവിധാനത്തിൻ്റെ ഹെൽപ്പ് ഡെസ്ക് സംവിധാനത്തിൻ്റെ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ചാണ്, നിലനിൽപ്പിനെക്കുറിച്ചാണ്. നമ്മൾക്കറിയാം, ഇത്തരത്തിലൊരു സംവിധാനം പ്രവർത്തിക്കണമെങ്കിൽ അത്യാവശ്യം ഫണ്ട് വേണം. 2 എക്സിക്യൂട്ടീവ്സ് അവിടെ ഉണ്ടാവണം. 2 കമ്പ്യൂട്ടറുകൾ, പ്രിൻ്റർ, ഇൻ്റർനെറ്റ്, സ്റ്റേഷനറി ഒക്കെ ആവശ്യമായിട്ട് വരും. ലൈസൻസുകൾ എടുക്കണമെങ്കിൽ അതിനുള്ള ചിലവ് വേറെ വരും. 3 വിധത്തിൽ ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്തുവാനായിട്ട് കഴിയും. ഇടവകയ്ക്ക് ഫണ്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സേവനങ്ങളും സൗജന്യമായിട്ട് നൽകാം. ആരെങ്കിലും സ്പോൺസർ ചെയ്യുവാനുണ്ടെങ്കിൽ എല്ലാ സേവനങ്ങളും നമുക്ക് സൗജന്യമായിട്ട് നൽകുക. ഈ ഹെൽപ്പ് ഡെസ്കിൽ സൗജന്യമായിട്ട് സേവനം അനുഷ്ഠിക്കുവാനായിട്ട് വോളണ്ടിയർമാരായിട്ട് തയ്യാറായിട്ട് ഇടവകങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പരിധി വരെ നമുക്ക് സൗജന്യ സേവനം നൽകുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ മാർഗം സെൽഫ് സസ്റ്റൈനബിലിറ്റി ഓഫ് ദ സിസ്റ്റമാണ്. ഹെൽപ്പ് ഡെസ്ക് നടത്തിക്കൊണ്ട് പോകുവാനുള്ള അത്യാവശ്യ വരുമാനം ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് തന്നെ നമുക്ക് നേടാനായിട്ട് കഴിയും. ഏതാനും സർവീസുകൾ മാത്രം പെയ്ഡ് സർവീസാക്കി മാറ്റി ബാക്കി സർവീസുകൾ സൗജന്യമായി നൽകുക എന്നുള്ളതാണ് ഈ രീതി. മൂന്നാമത്തെ മാർഗം കൂടുതൽ പ്രൊഫഷണലായിട്ടുള്ള ഒരു രീതിയാണ്. കൂടുതൽ ഫീൽഡ് എക്സിക്യൂട്ടീവുകളെ നിയമിച്ച് നമുക്ക് സേവനത്തിന് കൂടുതൽ കവറേജ് നൽകി നല്ല വരുമാനം ഉണ്ടാക്കത്തക്ക വിധത്തിൽ നമുക്കിത് ഡിസൈൻ ചെയ്ത് നടപ്പാക്കാനായിട്ട് കഴിയും. അത് ഇടവക സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങൾക്കത് പ്രയോജനകരമായിരിക്കും. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.